നിങ്ങൾക്കറിയാമോ ആരാ ജോൺ വെസ്ലി എന്ന്? തന്നെ കുറിച്ച് ഒരൊറ്റ വാക്ക് പറയാം. ഒരു പട്ടണത്തിന്റെ നടുവിലൂടെ ഓടിപ്പോകുന്ന നൂറുകണക്കിന് ആളുകൾ ഇരുന്ന് സഞ്ചരിക്കുന്ന ട്രെയിനകത്ത് ആ മനുഷ്യൻ ഒരിക്കൽ യാത്ര ചെയ്തു. ആ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനകത്ത് ആ ജോൺ വെസ്ലി യാത്ര ചെയ്തപ്പോൾ താൻ ഓടിപ്പോകുന്ന അല്ലെങ്കിൽ താൻ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആ റെയിൽവേ പാളത്തിന്റെ രണ്ടു ഭാഗത്തും കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ചേരി പ്രദേശങ്ങളാണ്. ഈ ദൈവദാസൻ ഈ ട്രെയിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ഈ ചേരിയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ചേരിയുടെ ആ മുറിക്കകത്തുനിന്ന് അവരുടെ വീടിനകത്തുനിന്ന് അവർ ഓടി വെളിയിലേക്ക് ഇറങ്ങി യേശുവേ യേശുവേ എന്ന് വിളിച്ച് രക്ഷിക്കപ്പെടുവാനിടയായി. ആ ദൈവമനുഷ്യൻ ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ദേശം, ഒരു പട്ടണം മുഴുവൻ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. തന്നെ അഭിമുഖത്തിൽ വേണ്ടി ഒരു മനുഷ്യൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നോട് ചോദിച്ചു, സാർ താങ്കൾ ട്രെയിന് പോയപ്പോൾ ആ ട്രെയിനകത്ത് താൻ ഒന്നും ചെയ്തില്ല, താങ്കൾ ചുമ്മാ ഇരുന്നപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഈ ചേരി പ്രദേശത്ത് നിന്ന് പാപബോധത്താൽ അവർ രക്ഷിക്കപ്പെടാനിടയായി. എന്താണ് ഇതിന്റെ രഹസ്യം? താൻ പറഞ്ഞൊരൊറ്റ കാര്യം ഇതാണ്, മുട്ടുമടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും അത് സംഭവിക്കും. ഇന്ന് ഈ ലോകത്തിൽ പിശാചൻ ആരോടെങ്കിലും ഒരു പോരാട്ടമുണ്ടെങ്കിൽ കൈയും കെട്ടി അവൻ സുഖമായി ഏസി മുറിക്കകത്ത് കിടന്നുറങ്ങുന്നവനല്ല പിശാചന് പോരാട്ടമുള്ളത്. പിശാചന് പോരാട്ടമുള്ളത് പ്രാർത്ഥിക്കുന്നവനോടാണ്. പ്രാർത്ഥിക്കുന്നവനോട് അവന് പോരാട്ടമുണ്ട്. പ്രാർത്ഥിക്കുന്നവനോട് അവനൊരു യുദ്ധമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദാനിയേലിനോടും പ്രാർത്ഥിക്കുന്ന പത്രോസിനോടും പ്രാർത്ഥിക്കുന്ന ജോസഫിനോടുമൊക്കെ പിശാചന് ജഡത്തിന്റെയും ലോകത്തിന്റെയും പോരാട്ടമുണ്ട്. പക്ഷെ ഇന്ന് പ്രഭാതം പരിശുദ്ധ ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്ന നിന്നെ ഒരു അന്ധകാര വ്യാപാരവും ജയിക്കത്തില്ല. പ്രസംഗകൻ പരാജയപ്പെട്ടെന്ന് വരും, പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്ന എഴുത്തുകാർ താളടിയായെന്ന് വരും, ബലഹീനരായെന്ന് വരും. എന്നാൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന് മുട്ടുമടക്കുന്ന ദൈവ പൈതലേ, നിന്നോടാണ് ഈ ഞായറാഴ്ചത്തെ ദൈവത്തിന്റെ അരുളപ്പാട്. നിന്റെ മുമ്പിൽ ഒരു ശത്രുവും ജയിക്കത്തില്ല. അതുകൊണ്ടാണ് മൊർദെഖായിയെ നോക്കിയിട്ട് ഹാമാന്റെ ഭാര്യ പറഞ്ഞത്, നിങ്ങൾ അവനെ ജയിക്കയില്ല, നിങ്ങൾ അവനെ ജയിക്കത്തില്ല. എന്തുകൊണ്ട്? അവൻ യഹൂദനാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഹാമാന്റെ ഭാര്യ മൊർദെഖായിയെ നോക്കിയിട്ട് പറയുന്നു, സാർ നിങ്ങൾ അവനെ ജയിക്കത്തില്ല. എന്തുകൊണ്ട് ജയിക്കത്തില്ല? അവൻ വലിയ കായിക അഭ്യാസം പഠിച്ചവനായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, 3 ദിവസം ഉപവസിച്ച് യഹൂദ ജനത്തിന്റെ വിടുതലിന് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ കാണിച്ചിട്ടാണ് ഹാമാന്റെ ഭാര്യ പറയുന്നത്, നിങ്ങൾ അവനെ ജയിക്കത്തില്ല. ഒരു ദൂത് ആത്മനിറവിൽ ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കാൻ സന്മനസ്സുള്ള ദൈവ പൈതലേ, പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ തുടങ്ങ്. സമയങ്ങൾ മാറ്റിവെക്ക്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ മാറ്റിവെക്ക്. പ്രാർത്ഥിക്കാൻ മുട്ടുകാൽ മടക്ക്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി കരങ്ങൾ കൂപ്പ്. പരിശുദ്ധ ആത്മാവ് ഇന്ന് നിങ്ങളോട് എന്ത് പ്രസംഗിക്കണമെന്നുള്ള ദൈവ ശബ്ദത്തിന് മുമ്പിൽ ആത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂതാണ്. പ്രാർത്ഥിക്കുവാൻ ദൈവജനത്തോട് പറയുക. കെട്ടിക്കിടക്കുന്ന ചില വിടുതലുകൾ ദൈവം തുറന്നുവിടാൻ വേണ്ടി പോകുകയാണ്. നാളുകളായി നിങ്ങൾ അനുഭവിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഉദ്ധാരണത്തിന്റെ കരം നീട്ടാൻ പോകുന്നു. ഞാൻ അതുകൊണ്ട് വളരെ ആഴമായി വേഗത്തിൽ പറഞ്ഞു പോകുക. പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഞാൻ ഒരിക്കൽ ഒരു കൊച്ചു കാര്യം ഇങ്ങനെ വായിച്ചത് ഞാനിങ്ങനെ എഴുതിയിട്ടു. ശക്തനായ ലോകമറിയപ്പെടുന്ന ഒരു അഭിഷിക്ത ദൈവദാസനാണ് ജോൺ വെസ്ലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. പാപത്തെ ഭയപ്പെടുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുമായ 100 പ്രാർത്ഥന വീരന്മാർ ഉണ്ടെങ്കിൽ അവർ പാതാള ഗോപുരങ്ങളെ ഇളക്കുകയും ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി ഈ വാക്യം. പാപത്തെ ഭയപ്പെടുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുമായ 100 പ്രാർത്ഥന വീരന്മാർ ഉണ്ടെങ്കിൽ അവർ പാതാള ഗോപുരത്തെ ഇളക്കി മറിക്കുമെന്ന് കർത്താവിന്റെ ദാസൻ ജോൺ വെസ്ലി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ ആരാ ജോൺ വെസ്ലി എന്ന്? തന്നെ കുറിച്ച് ഒരൊറ്റ വാക്ക് പറയാം. ഒരു പട്ടണത്തിന്റെ നടുവിലൂടെ ഓടിപ്പോകുന്ന നൂറുകണക്കിന് ആളുകൾ ഇരുന്ന് സഞ്ചരിക്കുന്ന ട്രെയിനകത്ത് ആ മനുഷ്യൻ ഒരിക്കൽ യാത്ര ചെയ്തു.
ആ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനകത്ത് ആ ജോൺ വെസ്ലി യാത്ര ചെയ്തപ്പോൾ താൻ ഓടിപ്പോകുന്ന അല്ലെങ്കിൽ താൻ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആ റെയിൽവേ പാളത്തിൻ്റെ രണ്ട് ഭാഗത്തും കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ചേരി പ്രദേശങ്ങളാണ്. ഈ ദൈവദാസൻ ഈ ട്രെയിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ഈ ചേരിയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ചേരിയുടെ ആ മുറിക്കകത്തുനിന്ന് അവരുടെ വീടിനകത്തുനിന്ന് അവർ ഓടി വെളിയിലേക്ക് ഇറങ്ങി യേശുവേ യേശുവേ എന്ന് വിളിച്ച് രക്ഷിക്കപ്പെടുവാനിടയായി. ആ ദൈവ മനുഷ്യൻ ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ദേശം, ഒരു പട്ടണം മുഴുവൻ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. തന്നെ അഭിമുഖത്തിൽ വേണ്ടി ഒരു മനുഷ്യൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നോട് ചോദിച്ചു, സാർ താങ്കൾ ട്രെയിന് പോയപ്പോൾ ആ ട്രെയിനകത്ത് താൻ ഒന്നും ചെയ്തില്ല, താങ്കൾ ചുമ്മാ ഇരുന്നപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഈ ചേരി പ്രദേശത്ത് നിന്ന് പാപബോധത്താൽ അവർ രക്ഷിക്കപ്പെടാനിടയായി. എന്താണ് ഇതിന്റെ രഹസ്യം? താൻ പറഞ്ഞൊരൊറ്റ കാര്യം ഇതാണ്, മുട്ടുമടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും അത് സംഭവിക്കും. ഇന്ന് പകൽ ആത്മദൂത് ഞാൻ നിങ്ങളോട് പറയാ, ജോൺ വെസ്ലിയുടെ കാലത്ത് ആയിരങ്ങൾ പതിനായിരങ്ങൾ യേശുവിലേക്ക് വരാൻ കാരണം ജോൺ വെസ്ലിയുടെ പ്രസംഗമല്ലായിരുന്നു, തന്റെ പ്രാർത്ഥനയാണ്. ഇന്ന് ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ചരിത്രം മാറാനുള്ളത് ഒരൊറ്റ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ മുട്ടുമടക്കം തയ്യാറാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ ഈ പകൽ ദൈവമക്കൾ തയ്യാറാണെങ്കിൽ നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ആത്മാവ് ഇന്ന് പകൽ ദൂത് പറയുകയാണ്. ദൈവമക്കളെ, പ്രാർത്ഥന എന്ന കല സ്വർഗത്തിൽ സകല നിക്ഷേപങ്ങളും തുറക്കുന്ന ഒരു താക്കോലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ സ്വർഗത്തിന്റെ കലവറകൾ മുഴുവൻ തുറന്ന് ആ കലവറയിൽ ഇരിക്കുന്ന സകല വാക്തത്വ നന്മകളും ആത്മീക ഭൗതിക നന്മകളും നിങ്ങൾക്ക് നൽകി തരാനിടയാകും. എവിടെയൊക്കെ ഒരു കുറവുണ്ടല്ലേ, എവിടെയൊക്കെയോ ഒരു പരാജയങ്ങളുണ്ടല്ലേ, ആ പരാധനകളും പരാജയങ്ങളും മാറാൻ, കുറവുകൾ മാറാൻ ആത്മാവ് പറയുന്ന ഒരൊറ്റ ദൂതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. വളരെ ശക്തനായ ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞ ഒരു കൊച്ചു വാചകം എൻ്റെ ഉള്ളത്തിലുള്ളത് ഞാൻ നിങ്ങളോട് പറയും. അതിങ്ങനെയാണ്, പ്രാർത്ഥന പ്രഭാതത്തിൻ്റെ താക്കോലും സന്ധ്യയുടെ പൂട്ടുമായിരിക്കട്ടെ. പ്രഭാതത്തിൻ്റെ താക്കോലാണ് പ്രാർത്ഥന, സന്ധ്യയെങ്കിൽ ഒരു പൂട്ടുമാകണം എന്ന് വെച്ചാൽ രാവിലെ തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ച് തുടങ്ങുകയും സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥിച്ച് അടക്കുകയും ചെയ്യണം. അതായിരിക്കണം പ്രാർത്ഥന എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഒരിക്കൽ ജോഷി പാസ്റ്റർ വന്നപ്പോൾ പറഞ്ഞ ഒരു ഭാഗം ഇങ്ങനെയാണ്, എൻ്റെ ഉള്ളിൽ അത് കിടപ്പുണ്ട്. നിങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവൻ്റെ കുറ്റം നിങ്ങൾ പറയുകയില്ല. നിങ്ങൾ ആരുടെ കുറ്റം നിങ്ങൾ പറയുന്നുവോ അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കത്തുമില്ല. അപ്പൊ പ്രാർത്ഥന ചെറുതല്ല, പ്രാർത്ഥന ഒരു വിശ്വാസത്തിന്റെ ശബ്ദമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ പരിപാടികളും നമുക്കൊന്ന് മാറ്റിവെക്കാം, നമ്മുടെ തിരക്കുകൾ നമുക്കൊന്ന് മാറ്റിവെക്കാം, നമ്മുടെ കോലാഹലങ്ങൾ നമുക്കൊന്ന് മാറ്റിവെക്കാം. മറ്റെല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. വീടുകളിൽ ഗസ്റ്റുകൾ വരട്ടെ, വീടുകളിൽ വിസിറ്റേഴ്സിന് ആളുകൾ വരട്ടെ. പക്ഷേ ദൈവ പൈതലേ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ആത്മാവിൻ ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലും തളരുകയില്ല എന്ന് ആത്മാവിൻ ഞാൻ ദൂത് പറയുന്നു. എന്താണ് പ്രാർത്ഥനയുടെ ശക്തി? ദൈവമക്കളെ, ബൈബിൾ നമുക്ക് കാണിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒന്ന് രണ്ട് വഴികാട്ടിയായ വാക്യങ്ങളുണ്ട്. പ്രാർത്ഥനയുടെ ചില രീതികൾ വേദപുസ്തകത്തിലുണ്ട്. എന്തെല്ലാമാണ് പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത്? വായിക്കാം. ദാനിയേലിന്റെ പ്രവചനം 4-ാമത്തെ അധ്യായം അതിന്റെ 34-35 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യം, അവൻ്റെ രാജ്യത്വവും തലമുറയായി ഉള്ളതല്ലോ. ഈ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്പം അഹങ്കരിച്ച ഒരു മനുഷ്യനുണ്ട്, നെബൂഖദ്നേസർ രാജാവ്. ഈ കാണുന്നത് മഹദിയം ബാബേലല്ലയോ എന്ന് പറഞ്ഞ് അല്പം അഹങ്കരിച്ച് തൂക്കുവനം കണ്ട് ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായ തൂക്കുവനം ഉണ്ടാക്കി അതിൽ അഹങ്കരിച്ച ആ നെബൂഖദ്നേസറിനെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് സമനാക്കി ദൈവം മാറ്റി. അവനെ ദൈവം താഴ്ത്തിട്ടു, അവൻ താളടിയാക്കി. നാളുകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തി, തൻ്റെ ബുദ്ധി തനിക്ക് മടക്കി കിട്ടി.
ആമൻ ബുദ്ധി മടങ്ങി വന്നപ്പോൾ, ആമൻ തൻ്റെ സ്വയബോധം തനിക്ക് മടങ്ങി വന്നപ്പോൾ താൻ ആദ്യം ചെയ്ത് എന്നാന്നറിയാമോ? ദൈവസന്നിധിയിൽ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരാധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയ്ക്കകത്ത് ഒരാരാധനയുണ്ട്. പ്രാർത്ഥന ഒരാരാധനയാണ്. അവൻ വെറുതും ഏറ്റുപറച്ചിൽ മാത്രമല്ല ദൈവ പൈതലേ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരാരാധനയാണ്. ആരാധനയാണ്. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിനകത്ത് ആരാധന ശബ്ദമുണ്ട്. എന്താണ് ആരാധന? ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിന് ബഹുമാനം കൊടുത്ത് ഏറ്റുപറയുന്നതാണ് ആരാധന. നെബൂഖദ്നേസർ ചെയ്ത എന്നാന്നറിയാമോ? പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥനക്കകത്ത് ആരാധനയും കൂടി കൂട്ടി താൻ ദൈവസന്നിധി ചെയ്തു. എന്താണ് പ്രാർത്ഥന? 1 യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വേദവാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന ആരാധനയാണ്. പ്രാർത്ഥനയുടെ വഴികാട്ടിയാണ്. എന്താണ്? ഒന്ന്, പ്രാർത്ഥനക്കകത്ത് എന്തുണ്ട്? ആരാധനയുണ്ട്. ആരാധനയുണ്ട്. അതിനോട് ചേർന്ന് എനിക്ക് എടുത്തു പറയാനൊരു കാര്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസും ശീലാസും തടവിൽ കിടക്കുമ്പോൾ ഇങ്ങനെയാണ് ആ വാക്യം. അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ആ വാക്യം ഒന്നിടാമോ? 16-ാം അധ്യായം 25-ാമത്തെ വാക്യം അപ്പോസ്തലപ്രവൃത്തി. അവർ കർത്താവിനെ പാടി സ്തുതിച്ചാരാധിച്ചു എന്നൊരു വാക്യമുണ്ട്. വേഗത്തിൽ ഇട്ടാട്ടെ. 16-25, 16-ാം അധ്യായം 25-ാമത്തെ വാക്യം. 14 അല്ല, 16-ാമത്തെ വാക്യം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. കണ്ടോ? പ്രാർത്ഥനക്കകത്ത് ദൈവത്തിൻ്റെ സ്തുതിയുണ്ട്. പ്രാർത്ഥനക്കകത്ത് ദൈവത്തെ ആരാധനയുണ്ട്. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറുതല്ല. പ്രാർത്ഥനയിൽ 5 ഘടകങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. 5 കാര്യങ്ങൾ. അതിലൊന്ന് ആരാധനയാണ്. അത് ആദ്യം ഞാൻ പറഞ്ഞു. 2 ഏറ്റുപറച്ചിലാണ്. പ്രാർത്ഥനക്കകത്ത് ഏറ്റുപറച്ചിലുണ്ട്. ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ഏറ്റുപറയാൻ കഴിയും. ജീവിതത്തിൽ വന്നുപോയ ആമേൻ കുറവുകളും തെറ്റുകളും ദൈവസന്നിധി ഏറ്റുപറയാൻ കഴിയും. അപ്പൊ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആമേൻ പ്രാർത്ഥനക്കകത്തുണ്ടാകേണ്ട 1-ാമത്തെ ഘടകം ആരാധനയാണ്. 2 ഏറ്റുപറച്ചിലാണ്. ആമേൻ ആമേൻ. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കയില്ല എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഏറ്റുപറയാതെ ദൈവസന്നിധി മുട്ടുമടക്കരുത്. ഓടി വന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഓർക്കണം, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന വ്യക്തി അറിയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം ഞാൻ പറയാം. സ്വർഗം പോലും തൃക്കണ്ണിൽ എന്തല്ല? നിർമ്മലമല്ല. ആമേൻ. ദൈവം സൃഷ്ടിയായി ഉണ്ടാക്കിയ രാപ്പകൽ ദൈവത്തെ ആരാധിക്കാൻ ഉണ്ടാക്കിയ സാറാഫുകളിൽ പോലും ദൈവത്തിന് വിശ്വാസമില്ലെന്ന് യോബിന്റെ പുസ്തകം പറയുന്നു. അവൻ സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാരിൽ പോലും അവന് വിശ്വാസമില്ല. അപ്പൊ ദൈവമുണ്ടാക്കിയ 24 അവേഴ്സും ആരാധിക്കുന്ന 365 ദിവസവും ആമൻ 2 കൊണ്ട് മൂടി 2 കൊണ്ട് പറന്ന് ആമൻ ദൈവത്തെ ആരാധിക്കുന്ന സാറാഫുകളിൽ പോലും ദൈവത്തിന് വിശ്വാസമില്ല. സ്വർഗം പോലും തൃക്കണ്ണിൽ നിർമ്മലമല്ല. അത്രയ്ക്ക് പാവനമായ വിശുദ്ധമായ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഓടി വന്ന് മുഴങ്കാലും മുടക്കി നിന്റെ വിഷയങ്ങൾ ചോദിച്ച് മേടിക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ 1 അവനെ ആരാധിക്കാൻ നീ തയ്യാറാകണം. 2 ഏറ്റുപറയാൻ നിങ്ങൾ തയ്യാറാകണം. ഏറ്റുപറയണം. നിങ്ങളുടെ ജീവിതത്തിന്റെ കുറുവശങ്ങൾ എവിടെയാണോ പരാജയം സംഭവിച്ചത് അത് ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ജോഷുവയോട് ചോദിച്ചാൽ മതി. ജോഷുവ ആമേൻ 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 വലിയ പട്ടണമായ എരിഹോ പട്ടണം പിടിച്ചു. കൊച്ചു പട്ടണമായ ഹായി പട്ടണത്തോട് തോറ്റുപോയി. ഹായി പട്ടണത്തോട് തോറ്റുപോയി യോശുവ ദൈവസന്നിധിയിൽ നെടുമ്പാണ് വീണ് കിടക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. യോശുവ, നീ എന്തിനാ വീണ് കിടക്കുന്നത്? നീ എഴുന്നേൽക്ക്. പാളയത്തിനകത്ത് പാപം. പാളയത്തിനകത്ത് പാപം കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ, യുദ്ധം ചെയ്താൽ ആ യുദ്ധം വിജയമാകത്തില്ല.
അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറഞ്ഞു. ശുദ്ധീകരിച്ച് യഹൂദാ ഗോത്രത്തിലെ ആഗാന് ചീട്ട് വീണപ്പോൾ ജോഷുവ ആഗാനോട് പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങൾ വായിച്ചേക്കണം. ആഗാനെ, എവിടെയെങ്കിലും നീ തെറ്റിപ്പോയെങ്കിൽ വേഗത്തിൽ ദൈവത്തോട് ക്ഷമ പറഞ്ഞ് ഏറ്റുപറ. എന്നിട്ടും അവൻ പറഞ്ഞില്ല. ജോഷുവയ്ക്കറിയാം ഈ ദൈവം മഹാദയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ഏറ്റുപറഞ്ഞാൽ മനസ്സലിയുന്നവനാണ്. എത്ര വലിയ കടുപാപമാണേലും, എത്ര കെടുങ്കെട്ട് വീണ പാപമാണേലും ഏറ്റുപറയുന്നവന് വിടുതൽ കൊടുക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. വിശ്വാസമുള്ള ദൈവമക്കൾ വിശുദ്ധ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യ്. പ്രാർത്ഥനക്കകത്ത് ആരാധനയുണ്ട്, പ്രാർത്ഥനക്കകത്ത് ഏറ്റുപറച്ചിലുണ്ട്. എപ്പോൾ ദൈവസന്നിധി വന്നാലും കുഞ്ഞെ നീ ഏറ്റുപറയണം. ജീവിതത്തിൽ സംഭവിച്ചത്, നോട്ടത്തിൽ സംഭവിച്ചു പോയത്, പ്രവൃത്തിയാൽ സംഭവിച്ചു പോയത്, ഇന്ദ്രിയങ്ങളാൽ സംഭവിച്ചു പോയത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി മുട്ടുമുടക്ക് വിടുതൽ തരുന്ന ഒരു ദൈവമുണ്ട്. 3, പ്രാർത്ഥന യാചനയാണ്. 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്. 2-ാമത്തെ വാക്യം, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം. അവിടെ എടുത്തു പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യാചന, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്രം നിങ്ങൾ ചെയ്യണം. വിശേഷാൽ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥനക്കകത്ത് യാചനയുണ്ട്, പ്രാർത്ഥനക്കകത്ത് യാചനയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആമൻ. ഈ മലയാള മത്തായി സുവിശേഷത്തിനകത്ത് ചോദിപ്പിൻ, യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നൊരു വാക്കുണ്ട്. എന്നാൽ അതിൻ്റെ ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം യാചിപ്പിൻ എന്നല്ല, ആസ്കിൻ, ചോദിപ്പിൻ എന്ന വാക്യമാണ് യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു തെറ്റുണ്ട്. യാചിപ്പിൻ എന്നല്ല, ചോദിപ്പിൻ എന്നാണ്. കാരണം മക്കൾക്ക് അപ്പനോട് യാചിക്കേണ്ട കാര്യമില്ല. ആമേൻ. സ്നേഹിതനും ആമേൻ മറ്റുള്ളവർക്കുമാണ് അപ്പനോട് യാചിക്കാനുള്ളത്. മക്കൾക്ക് യാചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ പദം അങ്ങനെയാണ്, ചോദിപ്പിൻ. എന്നാൽ വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി ദൈവമക്കൾ എന്ത് ചെയ്യണം? യാചന കഴിക്കണം. ഒരുപക്ഷെ അവർ ദൈവത്തെ അറിയാത്തവരാകാം, ദൈവത്തെ പിൻപറ്റാത്തവരാകാം. അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം, അവർക്ക് വേണ്ടി യാചന കഴിക്കണം, പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കണം. 3, യാചന. 4, ആ വാക്യത്തിൽ തന്നെയുണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14, 15-ാമത്തെ വാക്യം, മധ്യസ്ഥത അണക്കണം. ആമേൻ. ഒന്നിട്ടെ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വേദവാക്യം. യാക്കോബ് 5:14. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, എന്നാൽ വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അവിടെ മധ്യസ്ഥത ചെയ്യണം. ഒരുവന് വേണ്ടി മധ്യസ്ഥത ചെയ്യണം, ഒരു വ്യക്തിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യണം. ദൈവമക്കളെ, ഒരുപക്ഷെ അവന് വേണ്ടി അവന്റെ പാപത്തെക്കുറിച്ച് അവന് ബോധമില്ലായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ച് അവൻ ആഴമായ ഒരു ചിന്തയില്ലായിരിക്കാം. എന്നാൽ അവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, അവൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, അവൻ നരകത്തിന് യോഗ്യനായി തീരാതിരിക്കേണ്ടതിന് ദൈവത്തെ അറിഞ്ഞ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, നീ അവന് വേണ്ടി മധ്യസ്ഥത അണക്കണം. അതിൽ വേദപുസ്തകത്തിൽ 2 പേരെ ഉദാഹരണമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1, അബ്രഹാം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്നേഹിതനാണ്. ആ സ്നേഹിതനായ അബ്രഹാം തന്റെ സഹോദരപുത്രനായ ലോത്തിനെ സോദോം ഗൊമോറയും നശിപ്പിക്കാൻ ദൈവദൂതന്മാർ കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഒരു രംഗമുണ്ട്. നെടുമ്പാണ് വീണ് കിടക്കുന്ന ഒരു അബ്രഹാം ദൈവത്തോട് മാപ്പ് പറഞ്ഞും
താഴ്മ ധരിച്ചും ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നു. ദൈവമേ, അങ്ങ് വലിയവനാണെന്ന് എനിക്കറിയാം, അങ്ങ് മഹാപ്രഭുവാണെന്നറിയാം, ഞാൻ അടിയനാണ്, ഞാൻ പുഴുവാണ്, അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ആരുമല്ല. എന്നിട്ട് ചോദിക്കുന്നു, 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് നശിപ്പിക്കുമോ? അവനില്ല. 10 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഒടുവിൽ ഒരു നീതിമാൻ പോലും ഉണ്ടെങ്കിൽ അങ്ങ് നശിപ്പിക്കില്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് മധ്യസ്ഥത അണക്കുന്നു. അതിന്റെ വിടുതൽ എന്നാണെന്നറിയാമോ? ദൂതന്മാർ കയറി ചെന്ന് സോദോമിലേക്ക് ചെന്ന് ആ സഹോദരപുത്രനായ ലോത്തിന്റെയും കുടുംബത്തിന്റെയും കൈക്ക് പിടിച്ച് ആ പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുവന്ന് രക്ഷിക്കുന്ന ഭാഗം നമുക്കവിടെ കാണാൻ കഴിയും. ആരൊക്കെയോ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, അല്ല നിന്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, നിന്റെ ചാർച്ചക്കാർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് മധ്യസ്ഥത നടക്കുന്ന ദൈവ പൈതലേ, നിന്നോടുള്ള യഹോവയുടെ അരുളപ്പാടാണ്, നിന്റെ മധ്യസ്ഥത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. പത്രോസിന് വേണ്ടി യേശു കർത്താവ് മധ്യസ്ഥത ചെയ്തു. ഒരിക്കൽ പത്രോസിനെ നോക്കി യേശു പറഞ്ഞു, പത്രോസേ, ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അവകാശം ചോദിച്ചു. പക്ഷെ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തു. നോക്കിക്കേ, അവൻ ഗന്നേസർ തടാകത്തിന്റെ കരയിൽ നിന്നും വിളിച്ച് അപ്പോസ്തലത്വത്തിലേക്ക് കൊണ്ടുവന്ന പത്രോസിന് വേണ്ടി മധ്യസ്ഥത അണച്ച ഒരു തമ്പുരാൻ കർത്താവ്. അവൻ ഇന്ന് പകൽ മധ്യസ്ഥ പ്രാർത്ഥന ആഴമാണ് ദൈവ പൈതലേ. ഇന്ന് പ്രാരംഭത്തിൽ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? നിങ്ങൾ വിശ്വസിക്ക്, നാം മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിച്ച സകല വിഷയത്തിനും അടുത്ത ദിവസം മറുപടി തരും. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണും. ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ആരൊക്കെയോ മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യൻ വിടുവിക്കപ്പെടുമോ? ഞാൻ പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിക്ക് ഒരു ഉദ്ധാരണം ഉണ്ടാകുമോ എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നിന്നോടാണ് ദൈവത്തിന്റെ അരുളപ്പാട്. നീ മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിച്ച സകല വിഷയങ്ങൾക്ക് വേണ്ടിയും ഈ പകൽ ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. 1, പ്രാർത്ഥനയിലുള്ള 5 ഘടകങ്ങളിൽ 1 ആരാധനയാണ്, 2 ഏറ്റുപറച്ചിലാണ്, 3 യാചനയാണ്, 4 മധ്യസ്ഥതയാണ്, 5 എന്താണ്? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. പ്രാർത്ഥനക്കകത്തടങ്ങിയിരിക്കുന്ന 4-ാമത്തെ കാര്യം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കണം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും അവൻ ദൈവജനത്തോട് പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും. എന്തെല്ലാം വിഷയം നിങ്ങൾക്കുണ്ടല്ലോ, ഏതെല്ലാം വിഷയം നിങ്ങൾക്കുണ്ടോ, ഞാൻ ഒന്നുകൂടി പറയാം, ചെറുതും വലുതും ഏത് വിഷയമാകട്ടെ, ഒന്നിനെ കുറിച്ചും. ദൈവമക്കളെ, ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കർത്താവ് നിങ്ങളോട് ഇടപെടുകയാണ്. ഒന്നിനെ കുറിച്ചും കുഞ്ഞിന്റെ വിദ്യാഭ്യാസമാണോ? ഒന്നിനെ കുറിച്ചും. കുഞ്ഞിന്റെ വിവാഹത്തിന്റെ വിഷയമാണോ? ഒന്നിനെ കുറിച്ചും. അല്ല, നിന്റെ ജോലിയുടെ വിഷയമാണോ? ഒന്നിനെ കുറിച്ചും. നിന്റെ ട്രാൻസ്ഫറിന്റെ വിഷയമാണോ? ഒന്നിനെ കുറിച്ചും. നിന്റെ ഭവനം പണിയുടെ വിഷയമാണോ? ഒന്നിനെ കുറിച്ചും. രോഗത്തിന്റെ വിഷയമാണോ? ഒന്നിനെ കുറിച്ചും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആ വിശുദ്ധ കരം ഉയർത്തിക്കൊണ്ട് എത്ര പേര് പറയും, അതെ, ഞാൻ ഒന്നിനെ കുറിച്ചും ഞാൻ വിചാരപ്പെടില്ല, ഞാൻ ഒന്നിനെ കുറിച്ചും ഞാൻ ഭാരപ്പെടുകയില്ല. കാരണം എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്താമെന്ന് പറഞ്ഞ വാഗ്ദത്തം ചെയ്ത സർവശക്തനായ ദൈവം ഈ പകൽ നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തുവരാമേൻ പറ. ആമേൻ. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആരാധന, ഏറ്റുപറച്ചിൽ, യാചന, മധ്യസ്ഥത, നന്ദി പ്രകടനം. പ്രാർത്ഥനക്കകത്തെന്നുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ അർപ്പിക്കണം. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ ഭവനത്തിലുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാകാം, 2-3 മണിക്കൂർ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ വയ്യാത്തൊരു മനുഷ്യനാകാം. പക്ഷെ നിങ്ങൾക്ക് ഞാൻ എളുപ്പമാർഗം പറഞ്ഞു തരാം. പ്രാർത്ഥനയില്ലാതൊരു സൊല്യൂഷൻ അല്ല, പ്രാർത്ഥനയോട് കൂടിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ആ ഭവനത്തിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വൈഫിനെ പോലെയോ മറ്റുള്ളവർ പോലെയോ
ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കത്തില്ല. ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയാം. ഞാൻ 2 മണിക്കൂർ കണ്ടിന്യൂസ് പ്രാർത്ഥിക്കാറില്ല. 5 മണിക്കൂർ നിങ്ങളെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കാറില്ല. പക്ഷേ ഞാൻ അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ എൻ്റെ അരമണിക്കൂർ പ്രാർത്ഥനയിൽ ഉള്ളത്, കർത്താവേ എൻ്റെ ശുശ്രൂഷയെ മാനിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭാവി ഒരുക്കി കൊടുക്കണമേ, എൻ്റെ സഭയെ അനുഗ്രഹിക്കണമേ എന്നല്ല ഞാൻ കൂടുതലും പറയുന്നത്. ദൈവമേ, നീ എനിക്ക് തന്ന എല്ലാറ്റിനും നന്ദി. എൻ്റെ പ്രാർത്ഥനയുടെ 99% നന്ദിയായിരിക്കും. ദൈവത്തിന് നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും. അവസാനം ഞാൻ പറയും, കർത്താവേ, ഇന്നിന്ന വിഷയങ്ങൾ, ഇന്നിന്ന വ്യക്തികൾ എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർക്ക് വേണ്ടിയെല്ലാം ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കാത്തതുമായ ഒരുപാട് വിഷയങ്ങൾക്ക് എൻ്റെ ദൈവം മറുപടി തരുന്നു. ഞാൻ ചോദിച്ചതിനപ്പുറമായ വിഷയങ്ങൾക്ക് എൻ്റെ കർത്താവ് മറുപടി തന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ആരോടൊക്കിയ പരിശുദ്ധ ആത്മ പറയുന്നു, നിന്റെ പ്രാർത്ഥന നന്ദി പ്രകടനമാകട്ടെ. 1 സെക്കൻഡ് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ 2 കരം ഉയർത്തിക്കൊണ്ട് നല്ലവണ്ണം നന്ദി പറ ദൈവമേ. ആമേൻ, നന്ദി പറ, നന്ദി പറ. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിനകത്ത് എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ, ഓക്സിജന് വേണ്ടി ജനം നെട്ടോട്ടം ഓടുകയാ. ഇപ്പോഴാണ് ആളുകൾക്ക് ഓക്സിജന്റെ വില മനസ്സിലായത്. ജനിച്ചു വീണ നാൾ മുതൽ ഇല്ല കേട്ടോ, ജനിച്ചു വീണ നാൾ മുതലല്ല. അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോ, അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാക്കപ്പെട്ട നിമിഷം മുതൽ ആ മാതാവ് ശ്വസിച്ച ഓക്സിജൻ അല്ലേ നിനക്ക് ജീവൻ നിലനിർത്താൻ കിട്ടിയത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ നിന്നെ ഈ ഭൂമിയിൽ നിന്നും ദൈവം വിളിക്കുന്ന നിമിഷം വരെ 1 സെക്കൻഡ്, 1 നിമിഷം പോലും ദൈവം തടസ്സമില്ലാതെ, ദൈവം മാറ്റിവെക്കാതെ 24 മണിക്കൂർ നീ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഫ്രീ ആയിട്ട് ഓക്സിജൻ തരുന്നതിനും നന്ദി പറയാൻ പറ്റുമോ ദൈവ പൈതലേ? ഡൽഹിയിൽ ഓക്സിജൻ സിലിണ്ടറുമായി ആയിരക്കണക്കിന് ആളുകൾ നെട്ടോട്ടം ഓടുമ്പോ ഈ ദൈവം നിനക്ക് തരുന്ന ഓക്സിജന് വിലയില്ലല്ലേ? ഇന്ന് പകൽ മറ്റൊരു മെസ്സേജ് നീ കേൾക്കണ്ട, ദൈവത്തിന് നന്ദി പറ ദൈവ പൈതലേ. അപ്പന്റെ ഓക്സിജൻ നിലനിർത്താൻ മകൻ ബൈക്കിന് കൊണ്ടുവരുന്നു ഓക്സിജൻ സിലിണ്ടർ. സൈക്കിൾ റിഷയ്ക്ക് അമ്മയുടെ ഓക്സിജൻ നിലനിർത്താൻ, പ്രാണവായു നിലനിർത്താൻ മകൻ സൈക്കിൾ റിഷയ്ക്ക് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവരുന്നു. ഇതൊക്കെ പേപ്പറിലും വാർത്തയിലും കാണുമ്പോ കരമുയർത്തിക്കൊണ്ട് ഞാൻ പറയും, അപ്പാ എനിക്ക് ഫ്രീ ആയിട്ട് അങ്ങ് തരുന്ന ഓക്സിജനും നന്ദി, അങ്ങ് തരുന്ന ഈ നല്ല ഓക്സിജനും നന്ദി. വേറെ ഒന്നും വേണ്ടത് ഈ മക്കളെ, ഇതിനും മാത്രം നന്ദി പറ. നല്ല വീട് നിങ്ങൾക്കുണ്ട്, നല്ല വസ്ത്രം നിങ്ങൾക്കുണ്ട്, നല്ല പാർപ്പിടം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നല്ലതായ വസ്ത്രം ദൈവം തന്നു. പക്ഷേ ഓക്സിജൻ ഇല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? എല്ലാ ദിവസവും 1 സെക്കൻഡ് പോലും ഇത് മുടക്കാതെ ഇന്ന് വരെ തന്ന ഈ ദൈവത്തിന് ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വിശുദ്ധ കരമുയർത്തി നന്ദി പറ, നന്ദി പറ, നന്ദി പറ. നിന്റെ പ്രാർത്ഥനയിൽ നന്ദി ഉണ്ടാകട്ടെ, നിന്റെ പ്രാർത്ഥനക്കകത്ത് നന്ദി ഉണ്ടാകട്ടെ. 1 സെക്കൻഡ് ആ കരമൊന്ന് ഉയർത്തിക്കൊണ്ട് പറയാമോ? പ്രൈസ് ദി ലോർഡ്. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകി യോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകി യോനെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു നാഥ. നീ ചെയ്തോരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
പ്രാർത്ഥന. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ ഒരുമിച്ച് പോരാടാം. പ്രാർത്ഥന ശക്തിയേറിയതാണ്. പ്രാർത്ഥനക്കകത്ത് ജീവനുണ്ട്. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന ഒരു വലിയ മൂലധനമായി സ്വർഗത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞു. പ്രാർത്ഥനയിൽ ആരാധനയുണ്ട്, പ്രാർത്ഥനയിൽ ഏറ്റുപറച്ചിലുണ്ട്, പ്രാർത്ഥനയിൽ യാചനയുണ്ട്, മധ്യസ്ഥതയുണ്ട്, നന്ദി പറയുന്നത് പ്രാർത്ഥനക്കകത്താണ്. അവസാനമായി ചില കാര്യം കൂടി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നവർക്ക് വ്യക്തിപരമായി ഉണ്ടാകേണ്ട 4 യോഗ്യതകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ യോഗ്യതകളാണ് ഒരുവനെ ആരാണ് എന്നുള്ളത് മാറ്റുന്നത്. ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ അവിടെ യോഗ്യത സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾ എവിടെ, ഏത് ദേശത്ത് എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി ഉണ്ടായിരിക്കേണ്ട 4 യോഗ്യതകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അത് 1, സങ്കീർത്തനം 116 അതിൻ്റെ 18, 19 വാക്യമാണ്. സങ്കീർത്തനം 116 സങ്കീർത്തനം 116 സങ്കീർത്തനം 18, 19 വാക്യം. ഇങ്ങനൊരു വാക്യമുണ്ട്: ഹൃദയശുദ്ധിയോടെ, ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു. ആമേൻ. ആ വാക്യമാണ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്: ദൈവമേ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു. അപ്പോൾ 1 ദൈവസന്നിധി. ആ വാക്യമല്ല, മറ്റൊരു വാക്യമാണ്. ആ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ്: നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കണം. ഹൃദയശുദ്ധിയോടെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഹൃദയം ശുദ്ധിയില്ലാത്തൊരു മനുഷ്യന് പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. ഹൃദയത്തിനകത്ത് അകൃത്യം കരുതിയിരുന്നാൽ യഹോവ കേൾക്കത്തില്ല. നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം. ഹൃദയത്തിനകത്ത് ഒന്നും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. അതുകൊണ്ട് 1 നിങ്ങൾ എഴുതി വെക്കണം: ഹൃദയശുദ്ധിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. മത്തായി സുവിശേഷം 21 അധ്യായം അതിൻ്റെ 22 വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്താണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ വിഷയം നിങ്ങൾ വിശ്വസിക്കണം. ദൈവം എനിക്കത് തരും. ഞാൻ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് അവനെ ദൈവം ഉദ്ധരിക്കും. ഞാൻ ഏത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ വിഷയത്തിന് മറുപടി കിട്ടും എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസനായ ദാവീദ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സങ്കീർത്തനം 20 തോന്നുന്നു, ഇങ്ങനൊരു വാക്യമുണ്ട്: ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണോ ഞാൻ അപേക്ഷിച്ചത് അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചത് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ ആഗ്രഹവും അപേക്ഷയും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. നിങ്ങൾ വിശ്വസിക്കണം. പ്രാർത്ഥിക്കുന്ന വിഷയം എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്കത് തരും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. 3 യോഹന്നാൻ 14:13 യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. ഞാൻ കണ്ടിട്ടുണ്ട് പലരും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ചുമ്മാ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആ 14:13 നോക്കുക: നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അവസാനം ഇങ്ങനെ പറയണം: യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആ പ്രാർത്ഥന വാചകം പൂർണ്ണമായിരിക്കണം. അവിടെയും ഇവിടെയും എത്താതെ പ്രാർത്ഥിച്ചു നിർത്തരുത്. ചിലർ പ്രാർത്ഥിച്ച് വിഷയം പറഞ്ഞിട്ട് ഒടുവിൽ കൊണ്ടുവന്ന് ആമേൻ പറഞ്ഞു കളയും. അങ്ങനെയല്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. ഞാനിങ്ങനെ പറയാറുണ്ട്: നിങ്ങൾക്ക് ബാങ്കിൽ പണമുണ്ട്, നിങ്ങൾക്ക് ചെക്കും ആ ബാങ്കിലെ ഉദ്യോഗസ്ഥർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച ചെക്കുമായി നിങ്ങൾ ബാങ്കിൽ ചെല്ലുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് എടുക്കേണ്ട പണം ആ ചെക്കിനകത്ത് എഴുതി. 10 ലക്ഷം രൂപയാണോ? 10 ലക്ഷം രൂപ അക്കത്തിലും അക്ഷരത്തിലും നിങ്ങൾ എഴുതി. കേഷ് എന്നും എഴുതി നിങ്ങൾ ആ ചെക്ക് മാനേജറുടെ കയ്യിൽ കൊടുത്തു. പൈസ തരത്തില്ല.
ആ ചെക്ക് ശരിക്ക് പരിശോധിച്ച് നോക്കിയിട്ട് ആ അക്കൗണ്ടിൽ ഇരിക്കുന്ന മനുഷ്യൻ പറയും, നിങ്ങളുടെ സൈൻ ഇതിനകത്തില്ല. സൈൻ ഇല്ലാതെ നിങ്ങൾക്കൊരിക്കലും അവിടുന്ന് പൈസ എടുക്കാൻ കഴിയുകയില്ല. ആമൻ. നിങ്ങൾ ഒരു കാര്യം അറിയണം, നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ദൈവസന്നിധിയിൽ കൊടുക്കാനുള്ള സൈനാണ് യേശുക്രിസ്തുവിൻ്റെ നാമം. പിതാവിന് നിങ്ങൾ ആ ചെക്ക് കൊടുക്കുമ്പോൾ ഒപ്പില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് മാറിക്കിട്ടില്ല. നിങ്ങൾ കൊടുക്കുന്ന ആ പേപ്പർ, നിങ്ങളുടെ പ്രാർത്ഥനയാകുന്ന പേപ്പർ, ആ ചെക്ക് പിതാവിൻ്റെ സന്നിധി കൊടുക്കുമ്പോൾ പിതാവ് നോക്കുന്നൊരു കാര്യമുണ്ട്, ആ ചെക്കിൽ ഒപ്പുണ്ടോ? ഏതാണ് ആ സൈൻ? യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന സൈൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 5:14 ദൈവഹിതം അനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങൾ അറിയണം, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. കണ്ണി കാണുന്നത് വാരിക്കോരിയിട്ട് പ്രാർത്ഥിച്ചാൽ തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ആമേൻ. ദൈവഹിതമല്ലാത്ത വിഷയം പ്രാർത്ഥിച്ചാൽ ദൈവം തരില്ല. അതാണ് പലർക്കും അറിയാത്തത്. ആമേൻ. പ്രാർത്ഥിച്ചാൽ എന്തും തരുമോ? എന്തും തരുന്നൊരു ദൈവമല്ല. പ്രാർത്ഥിക്കുന്നത് ദൈവം തരും. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി അറിയണം, ദൈവമേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ, ദൈവത്തിൻ്റെ ഹിതമാണോ എന്നുകൂടി ആരാഞ്ഞിട്ട് വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. അവൻ എൻ്റെ മുമ്പിൽ കൂടി കാണുന്നതും എൻ്റെ കൺമുമ്പിൽ വെളിപ്പെട്ട് വരുന്നതും ഒക്കെ നമുക്ക് ചോദിക്കാൻ അവകാശമില്ല. അവൻ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വ്യക്തിക്കുണ്ടാകേണ്ട യോഗ്യത. 1, ഹൃദയശുദ്ധിയോടെ പ്രാർത്ഥിക്കുക. 2, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. 3, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. 4, ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിക്കണം. ദൈവഹിതം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടെന്ന് വരില്ല. ദൈവഹിതം ആണോ, ദൈവം ആ വിഷയത്തിന് മറുപടി തരും. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. വരും ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞും നമ്മുടെ പ്രാർത്ഥന കൂട്ടിയും ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നമുക്കൊരു ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാം. നമ്മുടെ പ്രാർത്ഥന കൂട്ടണം. യവനക്കാരത്തികളെ, മാതാപിതാക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക. പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മുട്ടുമടക്കുക. പ്രാർത്ഥന നിസ്സാരമല്ല, പ്രാർത്ഥന ആഴമായതാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കയില്ല ഒന്നും എന്നാണ് പാട്ടുകാരൻ പാടുന്നത്. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന ശക്തമാകട്ടെ. ആത്മീക ജീവിതത്തിൻ്റെ ശ്വാസമാണ് പ്രാർത്ഥന. ഒരാത്മീകന് ഓക്സിജൻ എന്നതുപോലെയാണ് പ്രാർത്ഥന. അവൻ പ്രാർത്ഥനയില്ലെങ്കിൽ ആത്മീക ജീവനില്ലെന്നാണ് അർത്ഥം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. പണ്ടൊരിക്കൽ സ്റ്റാൻലി ജോൺസൺ എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു വാക്യമുണ്ട്, ഒരു വ്യാപാരിക്ക് മൂലധനം എങ്ങനെയോ അതുപോലെയാണ് ഒരു വിശ്വാസിക്ക് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയാണ്. അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ്. ഒരു വ്യാപാരിക്ക്, ഒരു ബിസിനസ്സുകാരന് മൂലധനം എങ്ങനെയോ അതുപോലെയാണ് പ്രാർത്ഥന. ഒരു വിശ്വാസിക്ക്, ആമേൻ, പ്രാർത്ഥനയുടെ രഹസ്യം എന്താണ്? രഹസ്യത്തിലുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മറ്റാരും കാണാതെ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി അഭയാചന കഴിപ്പാൻ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽപ്പാൻ പ്രാർത്ഥന മുറിയിലേക്ക് നമുക്ക് കയറാം. മറ്റാരോടും പറയാത്ത വിഷയങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാം. നിശ്ചയമായും അവൻ നമുക്ക് ഉത്തരം തരും. കണ്ണുകളടയ്ക്കാം. സ്വർഗീയ നല്ല കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടിയും ഇനിയും ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ അങ്ങ് ബലപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാവരുടെ മേലും മണിക്കൂറുകൾ അങ്ങയുടെ സന്നിധി അഭയാചന കഴിപ്പാൻ, പ്രാർത്ഥിക്കുവാൻ, ഏറ്റുപറയുവാൻ, ആരാധിപ്പാൻ, മധ്യസ്ഥതയണക്കുവാൻ എല്ലാവരുടെ മേലും അങ്ങയുടെ കൃപ ദൈവം പകരണമേ. ഒരു പ്രാവശ്യം കൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമ്മുടെ കരമുയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാമേശുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.